നമസ്കാരം. നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വിജയിക്കാൻ ശരിയായി ആഗ്രഹിക്കുന്ന ഒരാളാണോ? മറ്റൊരു സിമ്പിളായിട്ട് ചോദിച്ചാൽ, MLM മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ശരിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സെയിൽസിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് ദിനേഷ് മുങ്ങത്ത്. ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് MLM മാർക്കറ്റിങ്ങിൽ വിജയിക്കാൻ സാധിക്കാത്തതിൻ്റെ ചില രഹസ്യങ്ങളാണ്, അല്ലെങ്കിൽ വിജയത്തിൽ മറഞ്ഞിരിക്കുന്ന ചില തന്ത്രങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കാരണം പലരും അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നാണ്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് MLM എന്ന് പറഞ്ഞാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഇത് വെറും തട്ടിപ്പാണ് എന്ന് ആണ് നിങ്ങളുടെ ചിന്ത, അല്ലേ? നിങ്ങൾ ഇതാണെങ്കിൽ ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത് ഇതിലേതാണ് നിങ്ങളുടെ ചിന്ത. പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടോ, അത് വെട്ടിപ്പാണെന്ന് തോന്നുന്നുണ്ടോ, തട്ടിപ്പോകാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊന്ന് താഴെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഞാനൊരു സത്യം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞു തരാം. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അത്തരം സ്ഥാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു പോട്ടെ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെയിൽസ് ആണ് എൻ്റെ മേഖല. ഞാനൊരു ട്രെയിനറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്, മൈൻഡ് ട്രെയിനറാണ്. അതുപോലെ തന്നെ ഒരു ഓത്തറാണ്, എൻ്റർപ്രണറാണ്. ഞാൻ ബിസിനസ് UAE കുറേ വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതെന്തിനാണ് ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണകളും ഒരുപാട് ആൾക്കാർ പോയി കുഴിയിലും വീഴുന്ന ഒരു ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലാകുന്ന കുറേ തത്വങ്ങളെ, കുറേ കാര്യങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാമെന്ന് മാത്രം കരുതിയിട്ടാണ് ഈ വീഡിയോ. ഇത് നിങ്ങൾക്ക് റിലവൻ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ താഴെ കമൻറ്റ് ചെയ്യാം. അല്ല, ഇത് തികച്ചും തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ then I will have a more chance to prove that what I am going to tell it. എനിക്ക് കൂടുതൽ സാധ്യതകൾ കിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ പറയാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾവേസ് വെൽക്കം. അപ്പോൾ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ ബിസിനസ്സിനെ പറ്റി മാത്രം സംസാരിക്കുന്ന ചാനലാണ്. ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിരന്തരം സംസാരിച്ചത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വിജയ കഥകൾ ഉൽപ്പന്നങ്ങൾ വിറ്റതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആളുകളെ ചേർത്തതിനെക്കുറിച്ചോ മാത്രമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്നാൽ MLM ബിസിനസ്സിൻ്റെ യഥാർത്ഥ വിജയം ഇതിലൊന്നുമല്ല എന്ന് പറയുമ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന, ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ താഴെ ഇത്ര പേര് ചേർക്കൂ, മറ്റേ സൈഡിൽ ഇത്ര ചേർക്കൂ, മറ്റേ ചേർക്കൂ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇത്രയ്ക്ക് വിൽക്കൂ എന്നും. എന്നാൽ യഥാർത്ഥ വിജയം ഇവിടെ ഒന്നും അല്ല അതിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ യഥാർത്ഥ വിജയം അപ്പോൾ എവിടെയായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് അറിയാമോ നോക്കി, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ തത്വം എന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു നോക്കി. കുറേ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന കുറേ ആചാര്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, അല്ലേ? ജസ്റ്റ് കമൻറ്റ് ഇറ്റ്, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു മനസ്സിലാക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാൻ നോക്കൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ബിയോണ്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിയോണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓതൻറ്റിക് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ അതിന് ഘടകം. അതായത് നമുക്ക് വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരു കലയാണ് പിന്നെ MLM എന്ന് പറയാം. പലരും ചെയ്യുന്നൊരു തെറ്റ്, ആളുകളെ വെറുതെ റൈറ്റും ലെഫ്റ്റും റിക്രൂട്ട് ചെയ്ത് അവരൊരു മിഷനുകളായി അല്ലെങ്കിൽ ഒരു ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് ആദ്യം അറിയുക. അതിന് ശരിയായ തന്ത്രം എന്നത് യഥാർത്ഥമായി ആൾക്കാരുമായി ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടീമിൽ ചേരുന്ന ഓരോ വ്യക്തിയെയും ഒരു സുഹൃത്തിനെ പോലെ കണ്ടുകൊണ്ട് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് നിങ്ങൾ ഓരോ ആൾക്കാരും ചെയ്തു പോകേണ്ട കാര്യം. അപ്പോഴാണ് നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും ആൾക്കാർ വളർന്നു പോവുക എന്ന് പറയാം. അപ്പോൾ പുതിയ ആളുകളെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഈ ബിസിനസ്സിനോട് താല്പര്യമുണ്ടോ എന്ന് ശരിക്കും മനസ്സിലാക്കുക. അല്ലാതെ നിർബന്ധിച്ച് ആരെയും കൊണ്ടുവരാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അവിടെയാണ് ആ സ്റ്റോപ്പ് നടക്കുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളെ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു വഴിയായി ഇത് ഉപയോഗിക്കാതിരിക്കുക. സത്യസന്ധമായും തുറഞ്ഞു പറഞ്ഞ് മാത്രം നിങ്ങളുടെ ഉൽപ്പന്നങ്ങളോ ബിസിനസ്സുകളോ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക.
പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒരു ടീമിനെ പോലെ ടീമായി മാത്രം നമ്മൾ കാണുന്നു. അങ്ങനെയല്ല. പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങളെ സംബന്ധിച്ച് എക്സ്പീരിയൻസിൽ ഇത് ഓക്കെ ആണെങ്കിൽ താഴെ ഒന്ന് ഹലോ യെസ് അഗ്രീഡ് എന്ന് പറഞ്ഞോളൂ കേട്ടോ. നോക്കട്ടെ. അപ്പോൾ എൻഗേജ്മെൻ്റ് ആണ് നമ്മുടെ ഇത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇതുപോലെ ബന്ധപ്പെട്ട LMM നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ടീമിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ബന്ധങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ ഊഷ്മം എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ആണല്ലോ ബന്ധങ്ങൾ ശരിയായ രീതിയിൽ വരുന്നത്. അപ്പോൾ അവർക്കും മനസ്സിലാവട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായ സ്ട്രാറ്റജിക് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ് സ്ട്രാറ്റജിക് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ? തന്ത്രപരമായ ആവർത്തനം എന്ന് നമ്മൾ പറയും. നിങ്ങൾക്കപ്പുറത്തേക്ക് വളരാനായിട്ട് ഒരു ബിസിനസ് വളരണമെങ്കിൽ അത് നിങ്ങളെ മാത്രം ആശ്രയിച്ചാകരുത്. നിങ്ങളുടെ ടീം സ്വയം പര്യാപ്തമാകുമ്പോഴാണ് നിങ്ങളുടെ ആ ബിസിനസ് വളരുന്നത് എന്നറിയാം. അപ്പോൾ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് കൃത്യമായ പരിശീലന സംവിധാനം നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഓരോ ആൾക്കും വ്യത്യസ്തമായിരിക്കും. ആ സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഓരോ സമൂഹത്തിൽ നിന്നും ഓരോ വ്യക്തികൾ വ്യത്യസ്തരാകുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ, അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഈ സാധനം ഒന്ന് അവരിലേക്ക് കൃത്യമായി പരിശീലന സംവിധാനത്തോട് എത്തിക്കുകയാണ്. അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ടെക്നോളജി എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് വിജയത്തിന് അടിസ്ഥാനപരമാണ്. മാർക്കറ്റിംഗ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, യൂട്യൂബ് ട്യൂട്ടോറിയൽ, ഇതുപോലുള്ള ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള കാര്യങ്ങൾ, ബ്ലോഗുകൾ, ഇതൊക്കെ അല്ലെങ്കിൽ ഡെയിലി ചില കുറിപ്പുകൾ എഴുതുക, ഇതുപോലെ അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ വഴി പുതിയ ആളുകളെ പഠിക്കാനും അവരുടെ സംശയങ്ങൾ തീർക്കാനും സാധിക്കണം എന്നുള്ളത്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നിങ്ങളിപ്പോൾ കുറച്ച് പേരുടെ വീഡിയോയിൽ താഴെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ടാവും, മറ്റവർ ഇതുവരെ ചെയ്യാത്തവരുണ്ടാവും. ആ ചെയ്യാത്തവർ ഇതുപറ്റി എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇടപെട്ടുകൊണ്ട്, അല്ല സാർ ഇത് ഇങ്ങനെയാണ് പരിപാടി, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അവിടെ സ്പഷ്ടമാകും. ആ ഐഡൻറ്റിറ്റിയിലൂടെയാണ് നമ്മളൊരു ബന്ധത്തെ സ്ഥാപിച്ചത്. അങ്ങനെ ഏതൊക്കെ സ്ഥലത്ത് കൃത്യമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നു അതെല്ലാം സോഷ്യൽ മീഡിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇത് നിങ്ങളുടെ സമയത്തെ വളരെയധികം ലാഭിക്കാനാണ് ശ്രമിക്കുന്നത്. നഷ്ടമല്ല വരുന്നത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. പക്ഷെ ഞാൻ പലതും കണ്ടിട്ട് പലരും ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് കളയും. ഡയറക്റ്റ് ഹിറ്റിംഗ് ഇറ്റ് വിൽ മേക്ക് യു റിജക്ഷൻ എന്നറിയുക. അപ്പോൾ നിങ്ങളുടെ ടീമിലെ ഓരോരുത്തരുടെയും നേതാക്കന്മാരാക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനും ടീമിനെ നയിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവുക എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കിംഗ് ഇൻകം സ്ട്രീംസ് എന്ന് പറയും. അതായത് എക്സ്പ്ലോർ അഡീഷണൽ ഇൻകം ഓപ്പർച്യൂണിറ്റി ദാറ്റ്സ് കംപ്ലിമെൻറ്റ് യുവർ LMM ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ കഴിയണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിന്നുള്ള വരുമാനം ഒരു ഉറപ്പുള്ള വരുമാനമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കുക. നിങ്ങളുടെ ഇതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ബന്ധപ്പെട്ട ബ്ലോഗുകളോ യൂട്യൂബ് ചാനലുകളോ തുടങ്ങിയോ, അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ആ കമ്മ്യൂണിറ്റി പഠിപ്പിച്ചു, അങ്ങനെ പല 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 പരിപാടികൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു വരുമാന സ്രോതസ്സ് വൈവിധ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ വളർത്താൻ പറ്റുന്ന, ഇതിലേക്ക് തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ പ്രധാന ബിസിനസ്സിനെ പിന്തുണക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യുക. അതുകൊണ്ട് ഈ ഇതിൽ തന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ മോഡലുകൾ ഉണ്ടാവും, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ പഠിച്ച് ഓരോന്നും പറയേണ്ടത് നിങ്ങൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. എങ്കിലും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതൊന്ന് പ്ലാൻ ചെയ്ത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമ്പോൾ പോലും നിലനിൽക്കുന്ന ഒരു ലെഗസി പ്ലാൻ ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അധികം കാണുന്നുണ്ട്, എന്താണ് ലൈഫ് സ്റ്റൈൽസ് അല്ലെ വെൽനെസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, വെൽനെസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെൽനെസ്സിൻ്റെ കൂടുതൽ ഒരു സെൻറ്റർ തുടങ്ങാം. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് എന്താ പറയുക, ബ്ലോഗുകൾ ചെയ്യാം, കുറച്ച് റൈറ്റപ്പുകൾ എഴുതാം, വേണമെങ്കിൽ കുറച്ചും കൂടി കഴിവുള്ളവർക്ക് പുസ്തകം തന്നെ എഴുതാം ഇന്നത്തെ കാലത്ത്.
അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഗുണകരമായി മാറും എന്നറിയുക. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ലാസ്റ്റ് കാര്യം എത്തിക്കൽ എഡ്ജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സുസ്ഥിരതയും സൽപ്പേരും ഉണ്ടാക്കുന്ന ധാർമ്മികമായ മേന്മ നമ്മൾ ഉണ്ടാക്കണം. അതായത് ഈ ബിസിനസ് ശരിയായ രീതിയിൽ ചെയ്യണമെങ്കിൽ നീതിയും ധാർമ്മികതയും വളരെ പ്രധാനമാണ്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക തന്നെ വേണം. നമ്മുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ബിസിനസ് പ്ലാനിനെക്കുറിച്ചും സത്യസന്ധമായി മാത്രം സംസാരിക്കുക. ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ശരിയായ രീതിയിൽ പിന്തുണ നൽകുക. അവരുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ചേർന്ന് പോകുമ്പോൾ മാത്രമാണ് കൃത്യമായ റിസൾട്ട് ഉണ്ടാവുക എന്ന് ഉറപ്പാക്കുക എന്നുള്ളത്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് വളരെ കൃത്യമായി എനിക്കും അപ്പോൾ എന്ത് പറഞ്ഞാൽ അവരെന്നെ പറ്റിക്കില്ല, അവരെനിക്കില്ല എന്നുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുക തന്നെ വേണം. അല്ലാതെ അനാവശ്യമായ വാഗ്ദാനങ്ങൾ വർക്ക് ചെയ്യേ പാടില്ല. അത് വൺ ടൈം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, പക്ഷേ ലോങ് ടൈമിൽ ഇറ്റ്സ് വിൽ ബി എ ബിഗ് ഫെയിലിയർ ഫോർ യു. അപ്പോൾ ഓർക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് MLM എന്ന് പറയുന്നത് ഒരു മാരത്തൺ ആയിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ ഒരു 100 മീറ്റർ ഓട്ടമായിട്ട് കരുതരുത്. ദാ പോയി വന്നു എന്ന് പറയുന്ന പരിപാടി നടക്കുകയില്ല. ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ എന്താണ് വേണ്ടത്? ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണെന്നറിയുക. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനൽ, ഈ വീഡിയോ എത്ര ദിവസത്തെ എൻ്റെ ക്ഷമയുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിൽ വരുന്ന വ്യൂവേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ നമുക്കറിയാം കാലകാലങ്ങളായിട്ട് ഇതിപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി എന്നും നിലനിൽക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തന്ത്രങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതൽ വിഷയങ്ങൾ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത ദിവസം ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് ടുഡേ. താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.